ഹലോ. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്റെ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഏകദേശം കുറച്ചു പേർക്ക് കാര്യം മനസ്സിലാവുന്നുണ്ടാവുമായിരിക്കും. ഇപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് 32 വീക്സ് കഴിഞ്ഞു. അപ്പൊ ഹോസ്പിറ്റൽ ബാഗൊക്കെ പാക്ക് ചെയ്യേണ്ട ടൈമായി. ഞാൻ പാക്ക് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മള് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടും കുട്ടിക്ക് വേണ്ട കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോ ഫസ്റ്റ് ഞാൻ ബെഡിങ് ഐറ്റംസ് എന്തൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളതെന്ന് കാണിക്കാം. ബെഡിങ് ഐറ്റംസ് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു നോർമൽ ബെഡ് വാങ്ങിച്ചിട്ടുണ്ട്. ഒരു ബെഡും പില്ലോയും ഒക്കെ വരുന്ന ഒരു സെറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഇത് ഞാൻ വാങ്ങിച്ചത് ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്ന ആപ്പിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ബേബി ഹഗ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് ഈ വാങ്ങിച്ചിട്ടുള്ള ബെഡ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ബെഡാണ് കേട്ടോ. അപ്പം ഇതാണ് ബെഡ് വരുന്നത്. നോർമൽ ബെഡ്, ബേബി ബെഡാണ്. പിന്നെ അതിന്റെ കൂടെ ഇങ്ങനെ ബേബിക്ക് തല വെക്കാനുള്ള ഒരു തലേണയുണ്ട്. അത് മാത്രല്ല, ഈ രണ്ട് സൈഡിലായിട്ട് ഇവിടെ രണ്ട് വള്ളികൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞിനെ നമ്മൾ കട്ടിൽ കിടത്തുന്ന സമയത്ത് ഇങ്ങനെ രണ്ട് പില്ലോസിന്റെ കൂടെ ഉണ്ട്. അത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കെട്ടി ഉറപ്പിച്ച് വെക്കാം. അപ്പൊ കുഞ്ഞിന് നടുക്ക് സുഖമായിട്ട് കിടന്നോളാം, അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാതെ. അതിന് രണ്ട് പില്ലോസും കൂടി വരുന്നുണ്ട്. ഇതാണ് ഒരു സെറ്റ് എന്ന് പറയുന്നത്. ഇത് ഞാൻ ബേബി ഹഗ് എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ആണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ എനിക്ക് ഈ പാറ്റേൺ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ബേബി ബോയ് ആണോ ഗേൾ ആണോ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഏകദേശം പിങ്കും ബ്ലൂ ഒന്നും എടുക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഈ കളേഴ്സ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ബേബി ക്യാരി ബാഗ് ആണ്. ക്യാരി നെസ്റ്റ് എന്നൊക്കെ പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അതും ബേബി ഹഗിന്റെ തന്നെയാണ്. ഈ സെയിം കളർ പാറ്റേൺ ഉള്ളത് തന്നെയാണ് കേട്ടോ ഞാൻ നോക്കി വാങ്ങിയത്. ഇത് സെറ്റായിട്ട് വാങ്ങിയതല്ല, പക്ഷെ ഈ സെയിം കളർ പാറ്റേൺ നോക്കിയിട്ടാണ് ഞാനത് വാങ്ങിയിട്ടുള്ളത്. ഇതാണ് സംഭവം വരുന്നത്. ഇത് നമുക്ക് സിബൊക്കെ ചെയ്ത് ഇങ്ങനെ സിബ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേബീനെ ഇങ്ങനെ നമുക്ക് ക്യാരി ചെയ്ത് നടക്കാം. അപ്പോൾ അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എല്ലാവരും ഇപ്പോൾ ഒരുവിധം എല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. പണ്ടൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഒരുവിധം എല്ലാവരും വാങ്ങി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത് വാങ്ങിച്ചിരിക്കുന്നത്. സിബ് കുറച്ച് ടൈറ്റാണ്, അതൊന്ന് ശരിയാക്കി എടുക്കണം. ഓക്കെ, അപ്പം സംഭവം എന്താണെന്ന് മനസ്സിലായല്ലോ. ഇതാണ് നമ്മുടെ ക്യാരി ബാഗ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. ഇതും ബേബി ഹഗിന്റെ ആണ്. ഫസ്റ്റ് ക്രൈ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഫീഡിങ് പില്ലോയാണ് കേട്ടോ. ഇതും ബേബി ഹഗിന്റെ തന്നെയാണ്. ഫസ്റ്റ് ക്രൈ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഫീഡിങ് പില്ലോ ശരിക്കും നമുക്കിപ്പം കിടക്കാനായിട്ട് നമ്മൾ മറ്റേ എന്താ പറയാ, പ്രഗ്നൻസി പില്ലോ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഫീഡിങ് പില്ലോന്റെ ആവശ്യമില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് പ്രഗ്നൻസി പില്ലോ കുട്ടി ആയി കഴിയുമ്പോൾ ഈ പ്രഗ്നൻസി പില്ലോ കട്ടിലിൽ വെച്ചിട്ട് കുട്ടിക്ക് നമുക്കൊക്കെ കിടക്കാനുള്ള സ്ഥലം, അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ ഹോസ്പിറ്റലിലൊക്കെ നമ്മളിപ്പോൾ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രഗ്നൻസി പില്ലോ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ നമുക്ക് ഇതുണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ബേബീനെ ഫീഡ് ചെയ്യാനും ഒരു സപ്പോർട്ട് കിട്ടാനൊക്കെ ആയിട്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഫീഡിങ് പില്ലോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ്. പിന്നെ നമ്മൾ ഫസ്റ്റ് ക്രൈന്ന് അടുത്തത് വാങ്ങിച്ചിട്ടുള്ളത് ബേബിക്ക് വേണ്ട വൈപ്സ് ആണ്. ബേബിക്ക് വേണ്ട വൈപ്സ് അത് 99% ഉള്ള വാട്ടർ വൈപ്സ് ആണ്. ഇതും ബേബി ഹഗ് ബ്രാൻഡിന്റെ തന്നെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കുറെ ബ്രാൻഡ്സിന്റെ ഉണ്ട്, നമുക്ക് നോക്കിയിട്ട് വാങ്ങിക്കാം. 72 വൈപ്സ് ആണ് വരുന്നത്. ഇത് ഞാൻ 2 ടൈപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് വാട്ടർ വൈപ്സ് ആണ് വരുന്നത്. അതുപോലെ ഇത് ഒരു ഡെയിലി മിൽക്ക് വൈപ്സ് ആണ് വരുന്നത്. അപ്പൊ 2 എണ്ണം ഉണ്ട്. ഇതിൽ ഓരോ പാക്കറ്റിലും 72 വൈപ്സ് വീതമുണ്ട്. പിന്നെ ഇതാണ്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് ക്രൈന്ന് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബേബിന്റെ ഗ്രൂമിങ് പ്രൊഡക്ട്സ് ആണ്. ഇത് കുളിപ്പിക്കാനുള്ള ലിക്വിഡ്. ഇത് അവീനോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ സെറ്റാഫിലിന്റെ ഒരു ലോഷനും റാഷസ് ക്രീമും. ഇത് മാത്രം തൽക്കാലത്തേക്ക് നമുക്ക് ആവശ്യമുള്ളൂ. അത് ഹോസ്പിറ്റലിലൊക്കെ പോണ സമയത്ത്, ഹോസ്പിറ്റലിലേക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ വാഷ് ആൻഡ് ഷാമ്പൂ ഒന്നും ആവശ്യമില്ല. ഈ ഒരു ലോഷൻ വേണമെങ്കിൽ കൊണ്ടുപോകാം. റാഷസ് ക്രീം നമ്മൾ എന്തായാലും കൊണ്ടുപോകുന്നുണ്ട്. വേറെ ഒന്നും അങ്ങനെ കൊണ്ടുപോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നില്ല. ബാക്കിയൊക്കെ നമുക്ക് പിന്നീട് വാങ്ങിച്ചാൽ മതി. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴാണ് എമർജൻസി വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് മുൻകൂട്ടി ജസ്റ്റ് വാങ്ങിച്ചു വെച്ചേ ഉള്ളൂ. പിന്നെ ഞാൻ നെക്ക് ബെഡ് ഒന്നും ബേബിക്ക് വാങ്ങിച്ചിട്ടില്ല.
കാരണം ഈ നെറ്റ് ബെഡിന്റെ അകത്ത് സിബിട്ട് കിടത്തി അത് അത്ര അധികം നാളെ നമുക്കത് യൂസ് വരില്ല. അപ്പൊ ഞാനിപ്പോ എന്തായാലും നോർമൽ ബെഡ് തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. അതാവുമ്പോ നമുക്ക് ബേബീനെ എവിടെ വേണമെങ്കിലും ആ ഒരു ബെഡിൽ കൊണ്ട് കിടത്താം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു നെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ ഒരു നെറ്റാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഇങ്ങനെ നെറ്റ് നമുക്ക് ഇടാം, അത് കഴിഞ്ഞാൽ ഇങ്ങനെ മടക്കി വെക്കുകയും ചെയ്യാം. ഈ ഒരു നെറ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് മീഷോന്നാണ്. അപ്പൊ എനിക്ക് നെറ്റ് ബെഡിനേക്കാളും എനിക്ക് ഇതാണ് കുറച്ചുകൂടി എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അടുത്തത് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു സംഭവമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. 3 ഷീറ്റ്സ് ഉണ്ട് ഇതിൽ. അതായത് ഇപ്പോൾ കുഞ്ഞിനെ നമുക്ക് എണ്ണ തേപ്പിച്ച് കിടത്താനും ഇനി അല്ലെങ്കിൽ ഡ്രൈ ഷീറ്റിന് പകരമായിട്ടൊക്കെ യൂസ് ചെയ്യാം. ഡ്രൈ ഷീറ്റ് ഞാൻ വേറെ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രൈ ഷീറ്റിന് പകരം വേണമെങ്കിൽ നമുക്ക് ഈ സംഭവം യൂസ് ചെയ്യാം. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുട്ടീനെ കുളിപ്പിക്കുന്ന സമയത്ത് എണ്ണ തേപ്പിച്ച് കിടത്താനൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇങ്ങനത്തെ 3 എണ്ണം വരുന്നൊരു സെറ്റാണ്. ഇതൊരു 200 താഴെ വരുന്നുള്ളൂ കേട്ടോ. ഒരു 160 അങ്ങനെ എന്തോ റേറ്റ് വരുന്നുള്ളൂ. ഇത് ഞാൻ മീഷോന്ന് തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ് അല്ലെങ്കിൽ വാങ്ങിച്ചിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ വീഡിയോസ് ഇപ്പോൾ ഇഷ്ടംപോലെ യൂട്യൂബിലുണ്ടല്ലോ. അപ്പം അങ്ങനെ വീഡിയോ കണ്ടിട്ട് എനിക്കത് യൂസ്ഫുൾ ആയിട്ട് തോന്നി. നമ്മൾ റബ്ബർ ഷീറ്റിൽ കുഞ്ഞിനെ എണ്ണ തേപ്പിച്ച് കിടത്തുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഇങ്ങനെ കിടക്കാനായിട്ട്. അപ്പോൾ ഇതാവുമ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക സോഫ്റ്റ് ഫീൽ ഉണ്ടാവും. കാരണം ഒരു ചെറിയ കുഷ്യൻ പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ കുറച്ചുകൂടി കിടക്കാനായിട്ട് കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ നമ്മളതുകൊണ്ട് ഇതാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമുക്ക് വെള്ള തുണിയും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും ഹോസ്പിറ്റലിൽ നമുക്ക് തുണി മാറ്റാനും കഴുകാനൊക്കെ എങ്ങനെയാണ് അത് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ ഹഗ്ഗീസിൻ്റെ ഒരു ടേപ്പ് പോലത്തെ ഡയപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ന്യൂ ബോൺ ബേബി അതുകൊണ്ട് പാൻസിനേക്കാളും ഇടാൻ എളുപ്പമായിരിക്കുക ഈ ടേപ്പ് ആയിട്ടുള്ള ഡയപ്പർ ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ ഒരു ടേപ്പ് ഡയപ്പർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊരു 36 ഡയപ്പേഴ്സ് ഉണ്ട്. ന്യൂ ബോൺ സൈസാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിലേക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഇൻസ്റ്റഗ്രാമിൽ ഒരു പേജിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്തിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആവശ്യമുള്ള ഐറ്റംസ് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരതിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്ത് വന്നു. അങ്ങനെ നമ്മൾ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലാദ്യം തന്നെ 2 സ്വാഡിൽ ക്ലോത്ത് വരുന്നുണ്ട്. സ്വാഡിൽ ക്ലോത്ത് ഞാൻ 2 വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സമ്മർ ടൈമിലാണ് എൻ്റെ ഡെലിവറി വരുന്നത്. നല്ല ചൂടായിരിക്കും. അപ്പോൾ എത്രത്തോളം കുഞ്ഞിനെ സ്വാഡിൽ ഇത് വെക്കാൻ പറ്റും, കംഫർട്ടബിൾ ആയിരിക്കുമോ എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ 2 വാങ്ങിച്ചിട്ടുള്ളത്. ഇനി സ്വാഡിലിംഗ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതപ്പിക്കാനോ അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ 2 സ്വാഡിലിംഗ് ക്ലോത്ത്സ് ആണ് വാങ്ങിയിട്ടുള്ളത്. നെക്സ്റ്റ് ആ സെറ്റിലുണ്ടായിരുന്നത് 2 ബാത്തിങ് ടവൽസ് ആണ് ബേബിയുടെ. കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് തോർത്താനുള്ളത് മസ്ലിൻ ഫാബ്രിക്കിൻ്റെ ആണ്. അപ്പോൾ കുറച്ച് പെട്ടെന്ന് വെള്ളമൊക്കെ വലിച്ചെടുക്കും. അപ്പോൾ അങ്ങനത്തെ 2 ക്ലോത്ത്സ് ആ ഒരു സെറ്റിൻ്റെ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നാപ്പി ക്ലോത്ത്സ് ഒരു 5 എണ്ണം ഉണ്ട്. 5 നാപ്പി ക്ലോത്ത്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഇത് മൾട്ടിപർപ്പസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നാപ്പി ക്ലോത്ത് ആയിട്ട് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇതൊരു 5 എണ്ണം ഉണ്ട്. അതുപോലെ തന്നെ ബേബി ടവൽസ് ഒരു 2 എണ്ണം, 2 കുഞ്ഞി ടവൽസ് വാങ്ങിച്ചിട്ടുണ്ട്. ബേബിയുടെ ഫേസൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കേണ്ട ആവശ്യമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 ചെറിയ ടവൽസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വെള്ള കെട്ടുടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട്. വേറെ ഡ്രസ്സുകളൊന്നും വാങ്ങിയിട്ടില്ല. വെള്ള കെട്ടുടുപ്പ് മാത്രമാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളൂ. അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഫസ്റ്റ് എന്തായാലും ഇതായിരിക്കുമല്ലോ, കെട്ടുടുപ്പായിരിക്കും ഇടിക്കുക. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ആ സെറ്റിൻ്റെ കൂടെ ഉണ്ടായത് 3 നാപ്പീസ്, ഇങ്ങനെ ഒരു 3 നാപ്പി അതിൻ്റെ കൂടെ ഉണ്ട്, ഇങ്ങനത്തെ കെട്ടുന്ന നാപ്പി. അപ്പോൾ പ്രെറ്റി പ്ലംസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് ഇത് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നമുക്ക് ഇത് എന്ത് വേണമെന്നുണ്ടെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാം. അവരുടെ വെബ്സൈറ്റിൻ്റെ അകത്തൊക്കെ കുറേ പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് നമുക്ക് അവരുടെ അടുത്ത് നിന്ന് കസ്റ്റമൈസ് ചെയ്ത് വാങ്ങിക്കാൻ പറ്റും. അപ്പം ഞാനും ലച്ചും ഒരേപോലെ ഈ ഐറ്റംസാണ് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്.
ഇത് മാത്രമല്ല അവരിൽ നിന്ന് പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ 2 ക്ലോത്ത് ഡയപ്പർ വാങ്ങിച്ചിട്ടുണ്ട്. ഈ ക്ലോത്ത് ഡയപ്പർ മാത്രമല്ല എക്സ്ട്രാ നമ്മൾ അതിൻ്റെ ഉള്ളിൽ വെക്കാനായിട്ട് 2 ഫ്ലീസ് പാഡും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടിക്ക് നമ്മൾ ഡയപ്പർ ഇടിക്കാത്ത സമയത്ത് നമുക്ക് ഈ ക്ലോത്ത് ഡയപ്പർ യൂസ് ചെയ്യാമല്ലോ. നൈറ്റൊക്കെ ആയാലും നമുക്ക് യൂസ് ചെയ്യാം, നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ക്ലോത്ത് ഡയപ്പർ ഒരു 2 എണ്ണം അവരുടെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ സെറ്റിലുണ്ടായിരുന്നത് ഇതൊക്കെയാണ്. ബേബിയുടെ ഒരു ഗ്രൂമിങ് കിറ്റ്. ഇതിനകത്ത് നെയിൽ കട്ട് ചെയ്യണ സംഭവം, കത്രിക, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ആണ്. ഇങ്ങനെയാണ് എനിക്കത്. ഇത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അതുപോലെ ഒരു സോപ്പിൻ്റെ ബോക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു പസിഫയറും ഉണ്ട്. അപ്പോൾ ഇതും അവരുടെ ആ ഒരു കിറ്റിൻ്റെ അകത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളതാണ് ഇൻസ്റ്റഗ്രാമിൽ. പിന്നെ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ളൊരു സാധനം ഒരു റിസീവിങ് ടവൽ. ഈ ഒരു റിസീവിങ് ടവലും അവരുടെ ഒരു പാക്കറ്റിൻ്റെ അകത്ത് ഉണ്ടായിരുന്നതാണ്. ഈ ഒരു റിസീവിങ് ടവലും നമ്മൾ ആ ഇൻസ്റ്റഗ്രാമിലെ പേജിൻ്റെ അകത്ത് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായ ഐറ്റം പറഞ്ഞാൽ ഈ ഒരു കൊട്ടയാണ് കേട്ടോ. ഈ ഒരു കൊട്ടയാണ് ഞാൻ ആദ്യമായിട്ട് കുട്ടിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം കാലം മുമ്പ് വാങ്ങിച്ചതാണ്. ഇത് നോർമൽ സ്റ്റോറിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളത്. അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉള്ളൊരു കൊട്ടയാണ്. പിന്നെ പാഡ് ഫിക്സേറ്ററും. ഇതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവമാണല്ലോ, എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്. പാഡ് വാങ്ങിച്ചിട്ടുണ്ട്, പാഡ് ഫിക്സേറ്ററും വാങ്ങിച്ചിട്ടുണ്ട്, ന്യൂ മോം എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ. പിന്നെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടർക്കി ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇത്തിരി നല്ല ക്വാളിറ്റിയുള്ള ടർക്കിയാണ്. മാത്രമല്ല നമുക്കിത് റാപ്പ് ചെയ്യാനും യൂസ് ചെയ്യാം ബേബീനെ. കാരണം അതിനകത്തൊരു കെട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ റാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ബേബി സുഖമായിട്ട് അതിൻ്റെ അകത്ത് ഇരുന്നോളും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ഞാൻ ഷോപ്പിൽ നിന്ന്, നമ്മുടെ വീടിൻ്റെ ഇവിടെയുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. പിന്നെ നെക്സ്റ്റ് നമ്മൾ ഡ്രൈ ഷീറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഡ്രൈ ഷീറ്റ് ഞാൻ മീഡിയം സൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. ന്യൂ ബോൺ ബേബിക്ക് മീഡിയം സൈസ് ഇല്ലെങ്കിലും സ്മോൾ സൈസ് ആയാലും മതി. ഇത് മീഡിയം സൈസിലുള്ള ഒരു ഡ്രൈ ഷീറ്റാണ് വാങ്ങിച്ചിട്ടുള്ളത്. വേറെ 2 ഡ്രൈ ഷീറ്റും കൂടി ഉണ്ട്. അപ്പം ഞാൻ ഇത്രയും ഡ്രൈ ഷീറ്റാണ് പിന്നെ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇനി ഇൻസ്റ്റഗ്രാമിൽ ആ പേജിൻ്റെ അകത്തൊരു സംഭവം കൂടി ഉണ്ടായിരുന്നു. 2 ക്യാപ് മിറ്റൻ ബൂട്ടീസിൻ്റെ 2 സെറ്റ്, 2 പെയറുണ്ട്. അപ്പോൾ ഇത് 2 എണ്ണം തന്നെ വളരെ ധാരാളമാണ്. കാരണം സമ്മർ ആയതുകൊണ്ട് നമുക്ക് എത്രത്തോളം കുട്ടീനെ ഈ ക്യാപ്പും മിറ്റൻസും ബൂട്ടീസും ഒക്കെ ഇടിച്ചിട്ട് കിടത്താൻ പറ്റുമെന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ നമ്മുടെ ഒരു ആഗ്രഹം കൊണ്ടും പിന്നെ എങ്ങാനും ആവശ്യം വന്നാലോ, ഇനിയിപ്പോൾ AC യിലൊക്കെ കുട്ടീനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് കിടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തൊക്കെ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അതൊരു 2 സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അടുത്തത് ഫസ്റ്റ് ക്രൈന്ന് എനിക്ക് കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഒരു ഹുഡഡ് ടവൽ വാങ്ങിച്ചിട്ടുണ്ട്. ഓൾറെഡി നമ്മൾ വാങ്ങിയതെല്ലാം ഹുഡഡ് ടവലാണ്. പക്ഷേ എനിക്ക് ഇത് കണ്ടപ്പോൾ കുറച്ച് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു പാറ്റേൺ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇത് ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ഞാൻ വേറൊരു കളറാണ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കളർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി പോയതുകൊണ്ടാണ് ഈ ഒരു ബ്ലൂ കളർ ഞാൻ എടുത്തത്. വേറെ കളർ ഉണ്ടായിരുന്നു, എനിക്ക് അതാണ് കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം അത് കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു കളർ എടുത്തത്. അല്ലെങ്കിൽ ഞാൻ പിങ്കും ബ്ലൂ ഒന്നും എടുക്കണ്ട എന്നുള്ളൊരു മൈൻഡിൽ ഇരുന്നതായിരുന്നു. ഇനി ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് മറ്റേ ഫുൾ ബോഡി സ്യൂട്ട് ഉണ്ടല്ലോ, അതാണേ. അത് 3 എണ്ണമായിട്ടുള്ളൊരു സെറ്റ് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തതാണ്. ആക്ച്വലി ഞാൻ ഓർഡർ ചെയ്ത കളർ ഇതല്ല, പക്ഷെ വന്നപ്പോൾ ഇതാണ് വന്നത്. ഇത് എപ്പോഴും മീഷോന്ന് നമുക്ക് ഓർഡർ ചെയ്യുമ്പോൾ പറ്റുന്നൊരു മിസ്റ്റേക്കാണ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന കളർ ആവില്ല അവർ തരുന്നത്. ഇതാണ് എനിക്ക് കിട്ടിയ കളർ. ന്യൂ ബോൺ സൈസാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ 3 എണ്ണം വരുന്നൊരു സെറ്റാണ്. അപ്പം കുഞ്ഞിനിപ്പോൾ ഫസ്റ്റ് വരുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ വീട്ടിൽ വന്നിട്ട് AC യിൽ കിടക്കുന്ന സമയത്തൊക്കെ ആയിട്ട് കുട്ടീനെ നല്ല രീതിയിൽ നമുക്ക് വാമാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ക്ലോത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് നല്ല ക്വാളിറ്റിയാണ്, നല്ല പ്രൊഡക്റ്റാണ്. ഇങ്ങനെ ഒരു സ്ട്രൈപ്സിൻ്റെ ഒരു പ്രിൻ്റും ഉണ്ട്, പിന്നെ ഇങ്ങനത്തെ ഒരു ആൽഫബറ്റ് പ്രിൻ്റും ഉള്ളത്. അങ്ങനെ 3 എണ്ണമാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇതും നമ്മൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാനിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതെങ്കിലും പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. ബൈ.